വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും അവയവം മാറി ശസ്ത്രക്രിയ. കൈയിലെ 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു. സംഭവം കുടുംബം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. വിരലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ചെയ്തു. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ചെറുവണ്ണൂർ മധുര ബസാറിലെ 4 വയസ്സുകാരിയെ ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത്. കുട്ടിയുടെ ഇടത് കൈയിൽ 6 വിരലുകൾ ഉള്ളതിനാൽ അധികമായത് നീക്കം ചെയ്യാനായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ വിരലിന് പകരം കുട്ടിയുടെ നാവിനായിരുന്നു ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത്. കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ബന്ധുക്കൾ ചികിത്സാ പിഴവ് കണ്ടത്. ഉടനെ തന്നെ അവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകി. സൂപ്രണ്ട് ഡോക്ടറെ വിളിച്ച് ബന്ധുക്കൾക്ക് മുന്നിൽ നിന്നും മാപ്പ് എഴുതി നൽകി. തുടർന്ന് വിരലിനുള്ള ശസ്ത്രക്രിയ വീണ്ടും നടത്തുകയായിരുന്നു. എന്നാൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും കുട്ടിക്ക് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജ് അധികൃതർ ഏറ്റെടുക്കണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഡോക്ടർമാരടുത്ത് വന്ന ചികിത്സ ഡോക്ടർ ശ്രദ്ധക്കുറവ്. ഡോക്ടർ പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിന്, അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടായിന്നാണ് അവിടുന്ന് പറയുന്നത്. ഇവന്മാരൊക്കെ ഇനിയൊരു കുട്ടിക്ക് ഇത് കോളേജിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇനി ആർക്കും വരരുത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. ദിനേശ് പെരുമണ്ണ, ആർ ഷഹീൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരുന്നു. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യും വരെ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. സംഭവം വിവാദമായതോടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചികിത്സാ പിഴവ് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.